നമസ്കാരം. ഇന്ന് ഒരു കൊച്ചു സന്തോഷ വാർത്ത പറയാൻ വന്നതാട്ടോ. കൊച്ചു സന്തോഷ വാർത്തയല്ല, കുറച്ച് വലിയ സന്തോഷ വാർത്തയാണ്. നമ്മുടെ ചിക്കുവിൻ്റെ എൻഗേജ്മെന്റ് ആണ്, കല്യാണ നിശ്ചയമാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് സംശയം തോന്നാം, എന്താ ഇത്ര പെട്ടെന്ന്. ചിക്കു ഇപ്പോഴല്ലേ പഠിക്കാനായിട്ട് ജർമ്മനിയിലേക്ക് പോയത്. ചിക്കു എന്ന് പറയുന്നത് എൻ്റെ മോളാട്ടോ. അറിയാത്തവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചിക്കു ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് പോയതാണ്. ചിക്കുവിന് ഇപ്പോൾ 24 വയസ്സായി. കല്യാണ പ്രായമൊക്കെ ആയോ എന്ന് ചോദിച്ചാൽ ആയി എന്ന് പറയാം. പണ്ടൊക്കെ 24 വയസ്സാകുമ്പോഴത്തേക്കും കല്യാണമൊക്കെ എല്ലാവരുടെയും പെട്ടെന്ന് നടത്തില്ല. ഇപ്പം പിന്നെ കുറേ ലേറ്റ് ആയിട്ടാണ്. ഞങ്ങളും അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടൊക്കെ നടത്തണമെന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 26 വയസ്സായിട്ട് ഒന്ന് സെറ്റിൽ ആയിട്ടൊക്കെ ഒന്ന് നടത്താമെന്നാണ് വിചാരിച്ചത്. ചിക്കു ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് ചിക്കുവിനൊരു ഇഷ്ടം. അപ്പം പിന്നെ ഞങ്ങൾ ആ ഒരു ഇഷ്ടം നടത്തി കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനും ചിക്കുവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സിനെ പോലെ. അപ്പം നമ്മൾ അതുപോലെ ആയിരിക്കുന്ന സമയത്തെ കുട്ടികൾക്ക് ചെറിയൊരു മാറ്റം വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ. അങ്ങനെ ആ ഒരു ചെറിയൊരു മാറ്റം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്. അപ്പം അത് ഞാൻ ചോദിക്കാൻ കാത്തിരുന്ന പോലെ ചിക്കു പറയുകയും ചെയ്തു ഇങ്ങനൊരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, കല്യാണ പ്രായം ആയതാണ്. അപ്പം പിന്നെ ഞങ്ങൾ അത് നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. കല്യാണം ഉടനെ ഇല്ല കേട്ടോ, കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെറിയൊരു എൻഗേജ്മെന്റ്, ഒരു റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഒന്ന് നടത്താമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ചിക്കു എന്നോട് പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പറയാനൊരു ചെറിയൊരു ടെൻഷൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചിക്കുവിനോട് പറയും, മോളെ അറേഞ്ച്ഡ് മാരേജ് വേണം, അച്ഛനും അമ്മയും അറേഞ്ച്ഡ് മാരേജ് വേണം. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് വേണം. പിന്നെ അത് മാത്രമല്ല, നമ്മളെ നാടെന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് നമുക്കൊരു കല്യാണം ആലോചിക്കാം, അച്ഛനും അമ്മയും കണ്ടെത്തി തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് നിന്ന് ഒന്നുകൊണ്ടല്ല, നമ്മുടെ നാടാണല്ലോ കോഴിക്കോട്. ഇപ്പോൾ സൈത്തേട്ടൻ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കും അങ്ങോട്ട് പോകാം, അപ്പം നമുക്ക് കോഴിക്കോട് സെറ്റിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ചിന്ത. ചിക്കുവിനൊരു ചെറിയൊരു ടെൻഷനായിരുന്നു നമ്മൾ എങ്ങനെ അത് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ചിക്കുവിനോട് ഞാൻ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനും സൈത്തേട്ടനും കൂടെ പറയായിരുന്നു, അവർക്ക് എന്താണോ ഇഷ്ടം അത് നമുക്ക് നടത്തി കൊടുക്കാമെന്ന്. ഇപ്പം ഏത് ജാതി ആയാലും ഏത് മതമായാലും. ഇപ്പം പണ്ടൊക്കെ അല്ലേ ഇങ്ങനെ ഭയങ്കരമായിട്ട് എതിർക്കുക, ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രശ്നമായി. വീട്ടിൽ പൂട്ടിയിടുക, പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, പിന്നെ വേറെ കല്യാണം നടത്തി കൊടുക്കുക. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെയൊന്നും ഇല്ലാന്നല്ല, ഉള്ളവരുണ്ട്. എന്നാലും കൂടുതൽ പാരൻസും മക്കളുടെ ഇഷ്ടത്തിന് കൂട്ടി നിൽക്കാറാണ് പതിവ്. ഞങ്ങളും ആ ഒരു രീതിയിലാണ് ചിന്തിച്ചത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ചിക്കുവിന് വേറൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കുമല്ലോ. അവൾക്ക് അത്രയധികം വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ, അത്രയധികം ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാനൊരു ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം വെച്ചാൽ കൊച്ചു കുട്ടികളായിരിക്കുന്ന സമയത്ത് ഇതിനൊന്നും നടക്കരുത്. പഠിക്കേണ്ട സമയത്ത് പഠിക്കേണ്ട വേണം. പക്ഷെ കല്യാണപ്രായം ആവുന്ന സമയത്ത് ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാവേണ്ട ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് ഉള്ളത് തന്നെയല്ലേ നല്ലത്. കാരണം നമ്മൾ അതിനൊക്കെ എതിർത്ത് വേറൊരാളെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എത്രത്തോളം നല്ലതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ലല്ലോ. അതിലവർ സന്തോഷമായിട്ടിരിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലവ് മാരേജിലും സന്തോഷമായിട്ടിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ജീവിച്ചു തുടങ്ങിയാലേ നമുക്ക് ഒരാളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും എല്ലാം ഒരുപോലെ തന്നെ. അതൊക്കെ പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാം. എല്ലാം നല്ലതിന് തന്നെ വിചാരിക്കാം, നല്ലത് മാത്രമേ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഇപ്പം നമ്മൾ കണ്ടെത്തുന്ന ഒരാളും അത് നല്ലതായിരിക്കണമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ലല്ലേ. കാരണം മക്കളെ തന്നോളം ആയാൽ താനെന്ന് വിളിക്കണമെന്ന് പണ്ടേ പറയുമല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ നമ്മളത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ എപ്പോഴും മക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. പക്ഷെ ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളും മക്കളും കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്താ ശരിക്കും പറഞ്ഞാൽ, അവർ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പേ ഭൂമിയിലേക്ക് വന്നു, അത്ര മാത്രമേ ഉള്ളൂ അല്ലേ. അത് അങ്ങനെ വന്നു എന്ന് വിചാരിച്ച് നമ്മൾ അവരെ കഴിഞ്ഞ് ഒരുപാട് മുകളിലാണെന്നോ നമുക്ക് എല്ലാ വിജ്ഞാനവും ഉണ്ട് അവർക്കൊന്നും അറിയില്ലാന്നോ അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ ജീവിത അനുഭവം ഉണ്ട് അല്ലേ, അത് നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റും. അത് അവർക്ക് മനസ്സിലാക്കി അവരവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കട്ടെ, അതല്ലേ നല്ലത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞും വിവരമാണ്. പല കാര്യങ്ങളും ഞാൻ ചിക്കുവിനോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. പല കാര്യങ്ങളും ഇപ്പോൾ ഫോണിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. മക്കളോട് ചോദിച്ചിട്ട് അവരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ ചിക്കുവിൻ്റെ പയ്യൻ ആരാണെന്നും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വഴിയുള്ള വീഡിയോയിലൊക്കെ കാണിക്കാം. എല്ലാവർക്കും ഇല്ലെങ്കിലും കുറേ പേർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും കാണാനായിട്ടല്ലേ. മാർച്ച് ലാസ്റ്റിലാണ് എൻഗേജ്മെൻറ്റ് വെച്ചിട്ടുള്ളത്. ഒട്ടും സമയമില്ല, എല്ലാം കൂടെ ഭയങ്കര തിരക്കാണ്. മോതിരം വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം, അങ്ങനെ ഒത്തിരി തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇപ്പോൾ ചിക്കു ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഇടയ്ക്ക് വന്ന സമയത്ത് എല്ലാവരും ചോദിച്ചു എന്താ ഇത്ര പെട്ടെന്ന് വന്നേന്ന്. അപ്പോൾ അന്ന് വീട്ടിൽ നിന്ന് പാരൻസ് ഒക്കെ വന്ന് കാണാനും അത് ഉറപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു അവൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ, കാരണം എനിക്ക് വെച്ചാൽ ഉറപ്പിച്ചിട്ടില്ലല്ലോ. ഉറപ്പിച്ചു കഴിഞ്ഞാലല്ലേ നമുക്കിത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇപ്പം പറയണ്ട, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് പറയാതിരിക്കാൻ എനിക്ക് തോന്നില്ല. കാരണം നമ്മുടെ ചിക്കു സ്റ്റൈലിലുള്ള
സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ എല്ലാവരും പറയാറുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട് ചിക്കു ഞങ്ങളുടെ വീട്ടിലെ കുട്ടീനെ പോലെയാണെന്ന്. ചിക്കു ജർമ്മനിയിലേക്ക് പോയ സമയത്ത് പറയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ജർമ്മനി പോയതുപോലെ തോന്നുന്നു, എൻ്റെ മോള് ജർമ്മനി പോയതുപോലെ തോന്നുന്നു. അത്രയധികം സപ്പോർട്ടാണ്, അത്രയധികം ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം മറച്ചു വെക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ഇപ്പം തന്നെ പറയുന്നത്. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേര് തമ്മിൽ മാത്രമുള്ള ഒരു ബന്ധമല്ലല്ലോ, ഈ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലേ. അപ്പം അത് നമ്മൾക്ക് യോജിച്ച ആൾക്കാരാണോ, നമുക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പയ്യെ വന്ന് കണ്ടിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ചിക്കു ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് ചിക്കുവിനെ വിളിക്കാം. വാ. അവിടെ ചിക്കു ഇങ്ങോട്ട് വരാനായിട്ട് മടിച്ചിരിക്കുക. ഇങ്ങോട്ട് വാ. വരുന്നില്ല. വാ ഇങ്ങ് നടന്നു വന്നാ മതി, കണ്ണും പൊട്ടിങ്ങ് പോര്. വാ, അത് കുഴപ്പമില്ല, നമുക്ക് വേണേ പിന്നെ കട്ട് ചെയ്യാം. A few moments later. ചിക്കുവിനൊരു ചെറിയ ചമ്മൽ, അത്രേ ഉള്ളൂ. ശരിക്കും ഇപ്പം സെമസ്റ്റർ ബ്രേക്ക് ആണല്ലേ? സെമസ്റ്റർ എക്സാം ഉണ്ടായിരുന്നു എനിക്കിപ്പം. ഇപ്പൊ ബ്രേക്കിന് വന്നതാണ് നാട്ടില്. ഇന്നലെ മോതിരം എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മോതിരം കുറേ കടകളിൽ കയറി, അങ്ങനെ അവസാനം ഒരു സ്ഥലത്ത് കസ്റ്റമൈസേഷന് കൊടുത്തിരിക്കുകയാണ്. എൻഗേജ്മെന്റ് ആകുമ്പോഴത്തേക്കും കിട്ടുമായിരിക്കും അല്ലേ? പക്ഷെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ചിക്കുവിന് പോകണം കേട്ടോ. എപ്പോഴും ഫസ്റ്റ് വീക്കിന് തന്നെ തിരിച്ചു പോകണം. അടുത്ത സെമസ്റ്റർ തുടങ്ങും. പിന്നെ ഡ്രസ്സ് എടുത്തു. ഡ്രസ്സ് ഞാൻ അനിയനും എൻ്റെ കസിൻസും ഒക്കെ കൂടെ പോയിട്ട് എടുത്ത്. ചിക്കു ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ചിക്കു വന്നിട്ട് അതും കൂടെ എടുക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അത് സെമി സ്റ്റിച്ച്ഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ പറ്റുന്നത് പോലെ ഇടാം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ ഡ്രസ്സ്? ഞാൻ വീഡിയോ കോളിൽ കൂടെയാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എനിക്ക് പേടിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടും, അവിടെ എത്തുമ്പോൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഫോണിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. പക്ഷെ എനിക്ക് നല്ല കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രയല്ല. ഇനിയിപ്പം നല്ല തിരക്കാണ്, ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഓട്ടമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് റെസിപ്പി വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. എന്നാലും കഴിയുന്നത് പോലെയൊക്കെ റെസിപ്പി വീഡിയോ ഇടും. പിന്നെ വ്ളോഗുകൾ ഇടും. ഒരുപാട് പേർക്കുണ്ട് വ്ളോഗ് കാണാൻ ഇഷ്ടമുള്ളവർ. ഇപ്പോൾ വ്ളോഗ് വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണ്ടേ അല്ലേ? അപ്പോൾ അതുകൊണ്ട് വ്ളോഗ് കുറച്ച് വ്ളോഗ്സ് ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കൂടെ റെസിപ്പിയും ഇടും. ശരിക്കും പറഞ്ഞാൽ ഇത്രയും പെട്ടെന്നൊന്നും ആരും വിചാരിച്ചില്ല കേട്ടോ. എല്ലാവരും ഇപ്പം അറിഞ്ഞിട്ട്, അനിയനാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും കസിൻസ് ഒക്കെ ആണെങ്കിലും അയ്യോ ചിക്കുവിൻ്റെ കല്യാണമോ, ചിക്കുവിന് ഈ ചെറിയ കുട്ടിയല്ലേ ഞങ്ങൾ എടുത്തോണ്ട് നടന്ന ആ ഒരു ഇതാണ്, അങ്ങനെയാണല്ലോ എല്ലാവർക്കും തോന്നുന്നത്. കൂടെ ഉള്ളവർക്ക് ഫാമിലിക്കൊക്കെ അങ്ങനെ ഒരു തോന്നലല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിലോ ഒക്കെ ആയിട്ട് കാണിക്കാം. എന്തായാലും ഉടനെ തന്നെ കാണിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. അപ്പോൾ വീഡിയോയും ഫോട്ടോയും അയ്യോ ചിക്കുവിന് ഇത് റിവീൽ ചെയ്യുമ്പോഴുള്ള ചമ്മൽ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ചിക്കു അല്ല, അതിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ പ്രൊമോഷൻ. അപ്പൊ അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.